HSM സ്കോളർഷിപ്പ് പരീക്ഷയിൽ എത്ര മാർക്ക് ഏകദേശം നമുക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കാനും എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത് അതിലൂടെ ആ പിഴവ് തിരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. തുടർന്നും മദ്രസയുമായി ബന്ധപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. പരീക്ഷ നടന്നത് ABCD എന്നീ 4 കോഡ് ലെറ്ററുകളിലായിട്ടാണ്. ഇത് C കോഡ് ലെറ്ററിൻ്റെ തർത്തീബ് അനുസരിച്ചുള്ള ക്രമപ്രകാരമുള്ള ചോദ്യങ്ങളാണ് ഇതിലൂടെ വായിക്കുന്നത്. എല്ലാറ്റിലും ചോദ്യങ്ങൾ ഒന്ന് തന്നെയാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1. ശേഷിയുള്ളവൻ്റെ ഔദാര്യമല്ല, പാവപ്പെട്ടവരുടെ അവകാശമാണ്. ഉത്തരം D. സക്കാത്ത്. 2. വാജിബായ നോമ്പുകൾ എത്ര വിധം? ഉത്തരം B. 6. 3. അറഫ നോമ്പ് ഒഴിവാക്കലാണ് ശ്രേഷ്ഠത ആർക്ക്? ഉത്തരം A. അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക്. 4. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്? ഉത്തരം D. പെരുന്നാൾ നിസ്കാരം. 5. ഈത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം? ഉത്തരം C. ഫ്രോക്കോസ്. 6. നോമ്പുകാരൻ രുചി നോക്കാൻ ഭക്ഷണ സാധനങ്ങൾ വായിൽ വെക്കുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം A. കറാഹത്ത്. 7. ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം തടയപ്പെട്ടവർ ആര്? ഉത്തരം B. കുടുംബബന്ധം മുറിക്കുന്നവർ. 8. 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുമ്പോൾ 2-ാം റക്അത്തിൽ ഓതൽ സുന്നത്തായ സൂറത്ത് ഏത്? ഉത്തരം C. കാഫിറൂൻ. 9. വിശ്വാസം ഉറപ്പിച്ചിട്ടില്ലാത്ത പുതുമുസ്ലിമീങ്ങൾക്ക് പറയുന്നത്? ഉത്തരം മുഅല്ലഫത്തുൽ ഖുലൂബ്. 10. സയ്യിദു ശുഹൂർ ഏത്? ഉത്തരം A. റമളാൻ. 11. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് മാത്രം അള്ളാഹു നൽകിയതാണ്? ഉത്തരം C. ലൈലത്തുൽ ഖദർ. 12. ജാഹിലിയ കാലത്തു തന്നെ ഖുറൈശികൾ അനുഷ്ഠിച്ചിരുന്ന നോമ്പായിരുന്നു? ഉത്തരം A. ആശുറാ നോമ്പ്. 13. നോമ്പിൻ്റെ സുന്നത്ത് ഏത്? ഉത്തരം D. അത്താഴ ശേഷം നിയ്യത്തിനെ പുതുക്കുക. 14. സൗമ് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം? ഉത്തരം B. നിയന്ത്രിക്കൽ. 15. തറാവീഹിന് ആ പേര് വരാൻ കാരണം? ഉത്തരം B. 4 റക്അത്ത് കഴിഞ്ഞ ശേഷം വിശ്രമിക്കുന്നതുകൊണ്ട്. 16. പെരുന്നാൾ നിസ്കാരത്തിൽ 1-ാം റക്അത്തിലെ നൃത്തത്തിൽ ഖിയാം തസ്ബീഹുകൾ സുന്നത്തുള്ളത് എത്ര തവണ? ഉത്തരം D. 6. 17. ശരീരത്തിന് ഉണർവുണ്ടാക്കുന്ന പാനീയം? ഉത്തരം A. ശുദ്ധജലം. 18. യാത്രക്കാരന് നോമ്പ് മുറിക്കണമെങ്കിൽ? ഉത്തരം D. യാത്ര സുബഹിക്ക് മുമ്പ് തുടങ്ങണം. 19. നഹ്നു അഹഖു ബി മൂസ മിൻകും എന്ന് ആര് പറഞ്ഞതാണ്? ഉത്തരം C. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 20. പരിശുദ്ധ റമദാനിൻ്റെ അലങ്കാര ആഭരണമാണ്? ഉത്തരം B. തറാവീഹ്. 21. ബറാഅത്ത് ദിനം എന്നാണ്? ഉത്തരം C. ശഅബാൻ 15. 22. സക്കാത്തുൽ ജസദ് ഏത്? ഉത്തരം A. നോമ്പ്. 23. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ സുബഹി ബാങ്ക് കേട്ടാൽ എന്തു ചെയ്യണം? ഉത്തരം D. ഉടൻ വായിലുള്ളത് തുപ്പിക്കളയണം. 24. ഒരു മുദ്ദ് ഫിദിയ നൽകേണ്ടവൻ അത് എത്ര പേർക്ക് നൽകണം? ഉത്തരം B. ഒരാൾക്ക് മാത്രം. 25. നോമ്പ് മുറിയുന്ന കാര്യം ഏത്? ഉത്തരം D. മനഃപൂർവ്വമുള്ള ലഹരി ബാധ. അടുത്തത് പാർട്ട് 2-വിലെ 1-ാമത്തെ ചോദ്യം. ശത്രു മർദ്ദനം ശക്തമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോയിഫിലേക്ക് യാത്ര തിരിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്നത്? ഉത്തരം C.
സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. 2 ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിം പക്ഷത്ത് പതാക വഹിച്ചത് ആര്? ഉത്തരം ഡി മുസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു. 3 സ്ത്രീകളിൽ നിന്നും ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത്? ഉത്തരം എ ഖദീജ റളിയല്ലാഹു അൻഹ. 4 നാം മറ്റൊരാൾക്ക് നൽകുന്ന നല്ല സമ്മാനം ഏത്? ഉത്തരം സി സലാം പറയൽ. 5 ആരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ? ഉത്തരം ഡി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവർ. 6 പിശാച് ഓടി രക്ഷപ്പെടും ഏത് വീട്ടിൽ നിന്ന്? ഉത്തരം അൽ ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന്. 7 5 ഒട്ടകത്തിന് എന്ത് സക്കാത്ത് കൊടുക്കണം? ഉത്തരം ഡി 1 ആട്. 8 സ്വാദ് സൂറത്തിലെ 23-ാം ആയത്തിൽ ചെയ്യേണ്ട സുജൂദ് ഏത്? ഉത്തരം സി ശുക്രിൻ്റെ സുജൂദ്. 9 അമ്മ യതസാഅലൂൻ ഇതിലുള്ള മദ്ദിൻ്റെ പേര്? ഉത്തരം ബി മുത്തസിൽ. 10 വലതു കാലിൻ്റെ തള്ളവിരലിൽ മുറിവുണ്ടായി വെള്ളം ഉപയോഗിക്കാൻ സാധ്യമാവാതെ വന്നാൽ തയമ്മും ചെയ്യുമ്പോൾ തടവേണ്ടത് എവിടെ? ഉത്തരം എ മുഖവും 2 കൈകളും. 11 സഹാബാക്കളുടെ ഹിജ്റ തുടങ്ങിയത്? ഉത്തരം ഡി നുബുവത്തിൻ്റെ 13-ാം വർഷം ദുൽഹിജ്ജ മാസം. 12 അഷ്ഹൂറു ഹിജ്റിയെ 5-ാമത്തെ മാസം ഏത്? ഉത്തരം ബി ജുമാദൽ ഊല. 13 രോഗിയെ സന്ദർശിക്കുമ്പോൾ പറയേണ്ട ആശ്വാസവചനം? ഉത്തരം സി ലാ ബഅ്സ തഊറുൻ ഇൻഷാ അല്ലാഹ്. 14 ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം? ഉത്തരം എ ജുമ നിസ്കാരം. 15 വഴി തെറ്റിയവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന്? ഉത്തരം ബി ദഅവത്ത് എന്ന് പറയും. ഇനി പാർട്ട് 3 സമസ്ത പൊതുവിജ്ഞാനം എന്നതിലെ 1-ാമത്തെ ചോദ്യം. കുരുന്നുകൾ മാസിക പ്രസിദ്ധീകരിക്കുന്ന സമസ്തയുടെ പോഷക ഘടകം ഏത്? ഉത്തരം ഡി SKGMCC. 2 കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ഏത്? ഉത്തരം ബി ബുദ്ധമയൂരി. 3 കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് ഏത്? ഉത്തരം എ ഇടമലക്കുടി. 4 ഏറ്റവും കൂടുതൽ കാലം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചതാര്? ഉത്തരം ഡി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. 5 സയ്യിദ് അഹ്ദർലി ശിഹാബ് തങ്ങൾ വഫാത്താകുമ്പോൾ സമസ്ത മുഷാവറയിൽ വഹിച്ചിരുന്ന സ്ഥാനം? ഉത്തരം സി വൈസ് പ്രസിഡന്റ്. 6 മണ്ണിരയുടെ ആഹാരം എന്ത്? ഉത്തരം ബി ജൈവാംശമുള്ള മണ്ണ്. 7 നീലക്കുറിഞ്ഞിപ്പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം വാടാതെ നിൽക്കും? ഉത്തരം ഡി 3 മാസം. 8 SKIMBVയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്? ഉത്തരം എ മൂസക്കുട്ടി അസ്രത്ത്. 9 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച വർഷം? ഉത്തരം ബി 1951. 10 തുരങ്കങ്ങൾ നിർമ്മിച്ചു അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ്? ഉത്തരം എ സുരംഗ. ഈ രൂപത്തിലാണ് ഉത്തരങ്ങൾ വരുന്നത്. എല്ലാവർക്കും നല്ല ഉയർന്ന മാർക്കുണ്ടാവട്ടെ. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായി കേൾക്കുന്നതിലൂടെ ആ വിഷയം പഠിക്കും. കാരണം നമ്മുടെ അവസ്ഥയും മാനസിക സ്ഥിതിയൊക്കെ ആ നിലക്കായതുകൊണ്ട് ഇതിലൂടെ തന്നെ ഇതിൻ്റെ ഉത്തരങ്ങൾ വേഗത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. മാത്രമല്ല അടുത്ത ഫൈനൽ പരീക്ഷയ്ക്ക് നമുക്കത് ഉപകാരപ്പെടുകയും ചെയ്യും. ഫൈനൽ പരീക്ഷയുടെ ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത് തന്നെ തുടങ്ങും. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നമ്മുടെ ചാനലിലെ ക്ലാസ് എത്രമാത്രം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നതുകൂടെ പറയുകയാണെങ്കിൽ സന്തോഷം. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.